എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. അപ്പോൾ അതിൽ പറഞ്ഞു വന്ന പ്രകാരം ഞാൻ കുറച്ച് പേരുടേത് ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം. ഒരുപാട് ആളുകളുടെ കാണിക്കാനുണ്ട്, എല്ലാം കൂടെ കാണിക്കുന്നത് ശരിയല്ല. അപ്പോൾ സെലക്ട് ചെയ്ത് കുറച്ച് പേരുടേത് ഞാനൊന്ന് കാണിക്കാം. ഇത് കഴിഞ്ഞ മാസം തൊട്ടുള്ള അവരുടെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസാണ്. ഇപ്പോൾ നമ്മളുടെ ചാർട്ട് പഠിച്ച് മനസ്സിലാക്കി തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. ലൈവിൽ നമ്മൾ പറയുന്ന വ്യൂ മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പലർക്കും ഒരു ഇതുണ്ട്, കറക്റ്റായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോസ് സ്വാഭാവികമായിട്ട് വരും. പക്ഷെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ചാർട്ടാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. പല സംശയങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നതാണ് നമ്മുടെ ചാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ഈ ഒരു മാസത്തെ ആണ്, പ്രീവിയസ് ആയിട്ടുള്ളത് ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും ഇതൊരു ഈ ഒരു മാസത്തെയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാം. ഇത് അടുത്തതാണ്. ഇത് ഇടക്കിടക്കൊക്കെ ട്രേഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഇത് എപ്പോഴും ഒന്നും ട്രേഡ് ചെയ്യുന്നതല്ല, ഇടക്കിടക്ക് ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ഡേയ്സിലുള്ളതാണ്, ഇനിയുണ്ട്. ഇതും ചെറിയ രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് പോകുന്നതാണ്. നമ്മുടെ ചാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇത് അടുത്ത വ്യക്തിയുടെയാണ് ഈ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് കൃത്യമായിട്ട് ചെയ്യണം. ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളത് ഇതാണ്. ഇത് ഒരു മാസത്തെ മൊത്തം കണക്ക് കൂട്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഡേറ്റ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് അടുത്തത്. പിന്നെ കുറേ പേരൊക്കെ അയച്ചു തരാത്തവരുണ്ട് കേട്ടോ. ഇപ്പം നമ്മളോടുള്ള ഒരു താല്പര്യം കാരണം, അവരോട് സന്തോഷം കാരണം അവർ നമുക്ക് മെജോറിറ്റി അയച്ചു തരുന്നതാണ്. അയച്ചു തരാത്ത ഒരുപാട് ആളുകളുണ്ട്. പഠിപ്പിച്ചിട്ട് വിട്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാത്ത ആളുകളുണ്ട്. നമ്മുടെ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട്, MKViews4U എന്ന് പറഞ്ഞിട്ട് പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ലൈവിലുള്ളവരുടെയും അല്ലാതെയായിട്ട് പോസ്റ്റ് ഇടുന്നതും എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി വീഡിയോസ് അടക്കം ഓൾറെഡി നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന് എന്നോട് ചോദിക്കുന്നത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പലരും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കിത് പഠിച്ച് ചെയ്താൽ പോരെ, എന്തിനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല. രണ്ടാമത്തെ കേസ്, ഇത്ര ആളുകൾക്ക് ഒരു പ്രോഫിറ്റ് എടുത്തു കൊടുക്കാനായിട്ട്, അപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരുപാട് മലയാളീസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മലയാളീസിനെ മൊത്തത്തിൽ എനിക്ക് ഒരു ട്രേഡർ ആക്കാമെന്നോ അങ്ങനെയുള്ള താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഞാനൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു, ആ സ്കില്ല് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പഠിച്ചു, ആ പഠിച്ച കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്തു. അത് നല്ലതാണെന്നുള്ളൊരു ബോധം എനിക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വ്യൂ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ വ്യൂ ഷെയർ ചെയ്തപ്പോഴത്തേക്കും അതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടായതുകൊണ്ട് മറ്റുള്ളവർ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് പഠിപ്പിക്കുന്ന മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികം, എല്ലാവരും പോലെ തന്നെയാണ്, ഞാനതിലൊന്നും മറുത്തൊന്നും പറയുന്നില്ല. അപ്പം ഞാനും പഠിപ്പിച്ചു തുടങ്ങി. ഞാൻ പഠിപ്പിച്ചു തുടങ്ങി പഠിക്കുന്ന ആളുകളിൽ എല്ലാവരും പ്രോഫിറ്റബിൾ ആവും എന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സ്കൂളിൽ 45 കുട്ടികൾ, ഒരു ടീച്ചർ ഒരേ വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് പാസ്സാവാനായിട്ട് പറ്റണമെന്നില്ലല്ലോ. നന്നായിട്ട് പഠിക്കുന്ന, കേട്ട് മനസ്സിലാക്കി പഠിക്കുന്ന ആൾക്കാർ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക്, അതായത് ഇപ്പോൾ എൻ്റെയൊക്കെ പഠിക്കുന്ന സമയം, ഈ വീഡിയോ കാണുന്ന മിക്കവരും പഠിക്കുന്ന സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 5ാം ക്ലാസ് നല്ല രീതിയിൽ പഠിച്ച് 6ാം ക്ലാസ്സിലേക്ക് പോകും, പഠിക്കാത്ത ആളുകൾ 5ൽ തന്നെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഏതൊരു മേഖലയിൽ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നു, എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഒരു 10 പേർക്കെങ്കിൽ 10 പേർക്ക് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ നേരെ മറിച്ച് ഞാനിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനിത് സ്വന്തമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കാണുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ ഞാൻ യൂട്യൂബിൽ ഡെയിലി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഒരു 50-80 പേരിൻ്റെ ഇടയ്ക്ക് സ്ഥിരമായിട്ട് അത് കാണുകയും അതുവഴി പ്രോഫിറ്റബിൾ ആവുന്ന ആളുകളും ഉണ്ട് വ്യൂ കണ്ടിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂട്യൂബിൽ വ്യൂ പോസ്റ്റ് ചെയ്യാനും ലൈവ് കണ്ടക്ട് ചെയ്ത് വ്യൂ പറയുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു സ്കില്ല് നല്ല രീതിയിൽ നേടിയെടുക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ആ ഒരു വ്യൂ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ട്രേഡർ ആയത്. പക്ഷേ ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇത്ര വേഗം എനിക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചത്. നമുക്കിപ്പോൾ മാർക്കറ്റ് എന്ത് കൺസോൾട്ടേഷൻ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, പക്ഷേ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ നേരെ അവർ പ്രോഫിറ്റബിൾ എടുക്കുന്നു എന്നുള്ളതല്ല. ചിലപ്പോൾ ആദ്യം ലോസ് ആയിരിക്കും വരുന്നത്, അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറി അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പ്രോഫിറ്റബിളായിട്ട് മാറുന്നത്. അപ്പോൾ മെജോറിറ്റി എന്നെ മാത്രമല്ല, യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും മലയാളത്തിൽ ഉണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഇതിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ പലരും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല.
പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പി എൻ എൽ കാണിക്കാനോ അല്ലെങ്കിൽ തന്നെ പി എൻ എൽ കാണിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാളുടെ പി എൻ എൽ കണ്ടുകൊണ്ട് മറ്റൊരാൾക്ക് പി എൻ എൽ എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. കാരണം അവരവൻ പഠിച്ച് മര്യാദക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരവർക്ക് പ്രോഫിറ്റബിൾ ആവും. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പി എൻ എൽ ചോദിക്കുന്നതിനും ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ പഠിപ്പിച്ച, ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കാൻ വരണമെന്നല്ല, നിങ്ങൾ ആരടുത്ത് പഠിക്കാൻ ചെന്നാലും നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിപ്പിച്ച ആളുകൾ പ്രോഫിറ്റബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ അവർ കുറച്ച് പേരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവോ, അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന പി എൻ എൽ ഒന്ന് കാണിക്കാവോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാതെ ഒരാളുടെ പി എൻ എൽ കണ്ടിട്ട് ഞാൻ പഠിച്ച സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ മുഴുവൻ ഫെയിലായി പോകും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ വിജയ വഴി ആണ് നമ്മൾ കണ്ട് ഫോളോ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. തികച്ചും വ്യക്തിപരമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പഠിക്കാം, മുമ്പോട്ട് പോകാം. അങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് വ്യൂവിലേക്ക് പോകാം. അടുത്ത ദിവസം വ്യൂ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ ക്ലോസ്ലി ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ അല്ലെങ്കിൽ അതൊക്കെ ഉള്ള കാര്യങ്ങളാണോ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് പഠിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ പറഞ്ഞുകൊണ്ട്, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡർ ആവാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി സാധിക്കും. അതിന് ഒരു 5-6 മാസം തൊട്ട് 1 ഇയർ വരെ ക്ലോസ്ലി ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. പലതിൻ്റെയും പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസ് ആണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സക്സസ് ആവാനുള്ള ഒരു വഴി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, ഈ സ്ട്രാറ്റജീനേക്കാളും നല്ലത് അതാണ്, അതിനേക്കാൾ നല്ലത് മറ്റതാണെന്നും പറഞ്ഞ് നമ്മൾ ചാടി പോയിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ചെയ്തത് ഒരു സ്ട്രാറ്റജി 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തത് കൊണ്ടാണ് എനിക്കിത്ര ഡെവലപ്മെൻറ്റ്സ് എടുക്കാനായിട്ട് സാധിച്ചത്. അത് നിങ്ങൾക്ക് ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2023 ജനുവരിയിലെ കുറച്ച് വീഡിയോ, ഒരു 3 മാസം ഗ്യാപ്പിട്ടുള്ള ചെറിയ വീഡിയോസ് നിങ്ങൾ കണ്ട് മുമ്പോട്ട് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഞാൻ അന്ന് എന്തായിരുന്നു, ഞാനിപ്പോൾ ഏത് ലെവലിലാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ചിട്ട് പലരും പറഞ്ഞു മാർക്കറ്റ് റിവേഴ്സൊക്കെ പോകും, പക്ഷേ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ കുറച്ച് ഏരിയാസ് ഉണ്ടായി. അപ്പോൾ ആ ലെവലിലേക്കാണ് കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ചെറിയ 1-2 ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്ന കാരണം എനിക്ക് ലൈവ് ഒന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ട്, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ എനിവേ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച ആരോയും ഡൗൺ സൈഡിലേക്കുള്ള ആരോയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിന് മുമ്പത്തെ ഡേയിൽ നമ്മൾ പറഞ്ഞ വ്യൂ ആയിരുന്നു. നമുക്ക് നോക്കാനുള്ളത് വരുന്ന തിങ്കളാഴ്ചത്തേക്കുള്ള ആ വ്യൂ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഏകദേശമൊക്കെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി എങ്ങോട്ടെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ 15 മിനിറ്റ്സ് എന്നുള്ള ആ ലെവല് നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡബിൾ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. 23,556 എന്നുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഇതിനോടൊപ്പം തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് 23,577 ലെവല് 23,590 എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ്. നമുക്ക് അവിടെ ഒരു എന്തായാലും ഒരു ചെറിയൊരു ബോക്സ് പോലെ നമുക്ക് എന്തായാലും വരച്ചു വെക്കാം. മാർക്കറ്റ് ഏത് രീതിയിൽ ഓപ്പൺ ആവുന്നു എന്നുള്ളതല്ല, നമ്മൾ ജസ്റ്റ് അവിടെ ഒരു ബോക്സ് വരച്ചു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സോൺ, മാർക്കറ്റ് ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. അപ്പോൾ RSI ഒരു അപ്പർ ലെവലിൽ ചെറിയൊരു ക്രോസ് ഓവർ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം ഞാൻ ഇത്ര വൈഡായിട്ട് കാണിക്കുന്നത് പ്രീവിയസ് ആയിട്ട് ഒരുപാട് കറക്ഷൻ നടന്നൊരു ഏരിയ കൂടെ നമുക്കിവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നിലവിൽ 23,590
23,455, ഒരു 150 പോയിന്റിൻ്റെ അടുത്ത് 23,600ഉം 23,450 കൂട്ടിയാൽ മതി. 450, 500, 600, 150 പോയിന്റിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ബോക്സിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് നിഫ്റ്റി ഓൾറെഡി നിൽക്കുന്നത്. ഇത് 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്, ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഈ സ്പേസിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്കൊരു വലിയൊരു സ്പേസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൺസോൾട്ടേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു മാസം ന്യൂട്രൽ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഉണ്ടാക്കിയത് മാക്സിമം ട്രേഡുകളെടുത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉള്ളൊരു സ്പേസിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം നമ്മളിപ്പോൾ ഒരു എത്ര എൻട്രി എടുത്താലും ഒരു 10 പോയിൻറ്റോ 15 പോയിൻറ്റോ ഒക്കെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള ഏരിയകളിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. ലോങ് ഹോൾഡിങ് ചെയ്യുന്നതുകൊണ്ട് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, തിരിച്ച് എൻട്രി പ്രൈസിലെത്തും, നമ്മൾ വീണ്ടും എടുക്കും, വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിക്കും, അത് തിരിച്ച് എൻട്രി പ്രൈസിലെത്തും, വീണ്ടും നമ്മൾ കൊടുക്കും. അപ്പോൾ പി എടുക്കാൻ നോക്കും, അതും ഇതേ അവസ്ഥ തന്നെ. അപ്പോൾ കൺസോൾട്ടേഷൻ സോണ് നമുക്ക് എവിടെയൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ചാർട്ട് നോക്കുന്നതും പിന്നെ ഒരു സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ ടോപ്പർ, അതായത് 23,590 എന്ന് പറയുമ്പോഴും 23,600 നമുക്ക് എടുക്കാവുന്നതാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാലാണ് ഒരു സ്പേസ് നമുക്ക് കിട്ടത്തുള്ളൂ. ചെറിയൊരു ടെൻഷൻ ഇല്ലാത്ത സ്പേസ് എന്ന് വെച്ചാൽ നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന 10 ക്യാൻഡിലാണെങ്കിലും 10 ക്യാൻഡിൽ ഗ്രീൻ വരണം, അല്ലെങ്കിൽ നമ്മളൊരു പി എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് താഴത്തോട്ടുള്ള നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് റെഡ് ആവണം. അതൊരിക്കലും നടക്കില്ല. മാർക്കറ്റ് ഗ്രീനും റെഡും 2 കളറേ കൊടുത്തിട്ടുള്ളൂ, റെഡും ഗ്രീനും. വേറെ നീലയോ വെള്ളയോ മഞ്ഞയോ ഒന്നുമായിട്ട് പല പല ക്യാൻഡിലുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാവും ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ. എന്താണ്, പച്ച ഉണ്ടാവും, ചുവപ്പും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചുവപ്പ് കണ്ടാൽ പേടിച്ചു പോകാനായിട്ട് പാടില്ല. അങ്ങനെ പേടിച്ചു പോകാതെ നമുക്ക് ആ ചുവപ്പ് കണ്ടാലും ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേ നമ്മൾ നല്ലൊരു ട്രേഡർ ആവത്തുള്ളൂ. അല്ലാതെ ഒരു ഗ്രീൻ 10 പോയിന്റ് പോയെന്നും വെച്ചിട്ട് 20 പോയിന്റ് റെഡ് വരുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് നേരെ പി എടുക്കുന്ന ആളുകളാണ് നമ്മുടെ മെജോറിറ്റി ട്രേഡേഴ്സും. പക്ഷേ എൻ്റെ സിസ്റ്റം അതല്ല. റെഡ് വന്നാലും എനിക്ക് അവിടെ ടെൻഷനില്ല, അത് പിന്നെ തിരിച്ച് കയറും എന്നുള്ള സൂചന നമുക്കറിയാം. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് 2 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ഇനി മുതൽ ഈ വീഡിയോ കാണുന്നവർ ഫോക്കസ് ചെയ്യേണ്ടത്. ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കണമെന്നെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ഫോളോ ചെയ്യും. ഒന്ന് പ്രൈസ് ആക്ഷനും ഒന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ റെഡൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഓരോ ക്യാൻഡിലിനും ഓരോ കഥകൾ പറയാനുണ്ടെന്നാണ് പണ്ട് ഏതാ പറയണേ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഉനൈസ്, എനിക്ക് ആ പേര് എപ്പോഴും മാറിപ്പോവും, ഉനൈസ് പാണക്കാടനോ, അദ്ദേഹം ആർട്ട് ഓഫ് ട്രേഡിങ്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് കണ്ടിട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഷാരിഖിൻ്റെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട്. പലരുടെയും വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അല്ലാതെ ഞാൻ വലിയൊരു വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്ററാണ്, വ്യൂ അനലൈസറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ട്രേഡിങ്ങിൽ എല്ലാവരും സക്സസ് ആവുന്നത് ഓരോ ആളുകളുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ കാണാൻ നോക്കും, വേറൊരാളുടെ ചില കാര്യങ്ങൾ കാണാൻ നോക്കും. അപ്പോൾ ക്യാൻഡിലിന് കഥ പറയാനുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അങ്ങനെയുള്ളവരുടെ വീഡിയോ, ഷാരിഖിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് തന്നെയാണ് എല്ലാവരും ട്രേഡർ ആവുന്നത്. പക്ഷേ എവിടെയാണ് പാളിപ്പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റാതെ റെഡും ഗ്രീനും വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് പാളിപ്പോകുന്നത്. അതൊന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റ് ക്രിയേറ്റർ യൂട്യൂബേഴ്സിനെയൊക്കെ നമ്മൾ സ്മരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് അവരുടെയൊക്കെ അനുഗ്രഹം വേണമല്ലോ നമുക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ എത്തിയത് മറ്റുള്ളവരുടെ പലരുടെയും വീഡിയോ ഇൻസ്പിറേഷനായിട്ട് തന്നെയാണ്. നമ്മൾ ആരെയും അങ്ങനെ കുറ്റം പറയാനൊന്നും പാടില്ല. അവരുടെ വീഡിയോ മോശമാണെന്നോ ഇവരുടെ വീഡിയോ മോശമാണെന്നോ നമുക്ക് ആരെയും കുറ്റം പെടുത്താൻ പറ്റത്തില്ല. നമ്മളാണ് മോശക്കാർ. നമ്മൾ എന്താ പറയണ്ടേ, നമ്മളെ ക്ലിയർ ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളാണ് ശരിയാവേണ്ടത്. നമ്മൾ നേർവഴിക്കായാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങും. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകും.
അത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ്. അത് നമ്മൾ മാത്രം അധികാരപ്പെട്ടതാണ്. നമ്മുടെ വിജയവും പരാജയവും നമ്മൾ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ 23,556 ഈ ഒരു സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 23,711 അവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് കൺസോൾട്ടേഷൻ. ദെൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,803 അവിടെ നിന്നും മാർക്കറ്റിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 23,968. ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ലൈൻസൊക്കെ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന ലെവലുകൾ. അതേപോലെ 23,455 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 23,281 അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോൺ ഉള്ളത് 23,189. ഈ വര കുറച്ച് നീക്കിയിടണം, കാരണം നമ്മൾ സൂം ഇൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുപാട് അകന്നു പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളീ പറഞ്ഞ 23,189 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് 23,077 വരെ, എന്ന് വെച്ചാൽ ഇവിടം വരെ വരണമെന്നല്ല. ഇതിനിടയ്ക്ക് ഹിഡൻ യെല്ലോ ലൈൻ ഉണ്ട്, SMA ഉണ്ട്, കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് തീർന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും RSI അങ്ങനെയുള്ള ബാക്കി ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചാർട്ട് നിങ്ങൾക്കും കിട്ടിയാൽ നിങ്ങൾക്കൊരു വ്യൂ അനലൈസ് ചെയ്യാം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. ഇതേപോലത്തെ ചാർട്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ എന്താണ് സംഭവിച്ചേക്കണമെന്ന് പോയി നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എന്തായാലും പോയി. അപ്പോൾ ഇതിൻ്റെ ലോവിലേക്ക് വന്നാൽ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ലെവൽ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ താഴത്തേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് എന്തായാലും താഴത്തോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആണ് താൽക്കാലികമായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ 23,607 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. 23,590 ബ്രേക്ക് ചെയ്തെന്ന് വെച്ച് ഡൗൺ ആവില്ല. ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ ഡൗണിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നിൽക്കുന്ന ലെവല് ഒരു സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,590 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് 23,695 23,747 ഭാഗത്തേക്കും അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ 23,870 23,905 ആണ്. അവിടെ നിന്ന് പിന്നെ അടുത്തൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 24,045 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം. അപ്പോൾ നാളത്തേക്ക് തിങ്കളാഴ്ചത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് സിയിൽ 23,400 23,500 23,600. പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ 23,800 23,700 23,600. പിന്നെ ഒരു ലോട്ടറി കോളൊക്കെ വല്ല മൂവ്മെൻറ്റ് താഴത്തോട്ടൊക്കെ വന്നാൽ 23,500 വരെയൊക്കെ നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ലെവലും കഴിഞ്ഞ് താഴത്തോട്ട് ഒക്കെയാണ് മാർക്കറ്റ് ഈസി ആയിട്ട് പോയിരിക്കണേ. നമ്മളിത് പണ്ടെപ്പോഴും ഒരു വരച്ച് വെച്ച് ആരോ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ആ ലെവലിൽ ഇന്നാണ് വന്ന് ഹിറ്റ് ചെയ്ത്. നമ്മൾ പണ്ട് മാർക്കറ്റ് റിവേഴ്സ് ആയപ്പോൾ ഇവിടെ എത്രാം തീയതിയാണ്, ഏകദേശം എനിക്ക് തോന്നുന്നത് ട്യൂസ്ഡേ 6 ഓർ ഓഗസ്റ്റ് മാസം നമ്മളൊരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ ഇന്നാണ് വന്ന് സപ്പോർട്ട് എടുത്തത്. നോക്കിയാൽ ഇവിടെ സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് ഇവിടെയും ഒരു സപ്പോർട്ട് പോലെ അടുത്ത സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ വരച്ച് വെച്ച ആരോ ആ ലൈൻ ഇന്നും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ മെജോറിറ്റി കഴിഞ്ഞ ബാങ്ക് നിഫ്റ്റിയിൽ കുറേ ദിവസമായിട്ട് നമ്മളൊരു സോൺ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് 49,656 49,581 എന്നുള്ളൊരു സോൺ നിങ്ങൾ നോക്കി വെച്ചോ. ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്ന് ഏകദേശമൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉള്ളൂ, അത് വരുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരാഴ്ച അറിയാൻ പറ്റും എന്തായാലും.
അപ്പോൾ നമ്മുടെ വ്യൂവിലേക്ക് പോകാം. മാർക്കറ്റ് നിൽക്കുന്നത് 52.50 216 പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു സോൺ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് 50,368 50,091. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ക്യാൻഡിൽ ക്ലോസിങ് കൺഫർമേഷൻ കിട്ടണം. അപ്പോൾ ഈ ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ലെവലെന്ന് വെച്ചാൽ നിൽക്കുന്ന ഡേ ലോ അല്ലെങ്കിൽ 49,999 എന്നുള്ള ആ ഒരു ലെവല് 50,000 ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു 49,581 49 സോറി അവിടെ വേറെ കുറച്ച് ലൈനുണ്ട്. 49,656 49,692 49,738 49,784. അപ്പോൾ ആ ലെവലിലേക്കുള്ള ഒരു ഡംപ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നേരെ മറിച്ച് ഈ 50,000 ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഈ ഒരു 50,368 പിന്നെ അവിടെ നിന്നും ബ്രേക്ക് ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 50,583 50,691 ഭാഗത്തേക്കൊക്കെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ RSIയുടെ ആ ഒരു തീരുമാനവും അതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ലൈവ് മാർക്കറ്റിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതൊരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് ശരിയാക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 49,581 49,656 ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് ഇൻഡെക്സ് ചാർട്ടിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം. ഫ്യൂച്ചർ ചാർട്ടിലും സോറി മാർക്കറ്റ് ഓൾമോസ്റ്റ് ലോ ഡംപിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു യെല്ലോ ലൈൻ ഇതൊന്നും ഈ യെല്ലോ ലൈൻ്റെ ബോർഡർ ലെവലിലാണ്. അത് ഇതൊരു ബേസായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കത്തൊന്നുമില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സൂം ചെയ്തതെന്ന് വെച്ചാൽ ഈ യെല്ലോ ലൈൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ യെല്ലോ ലൈൻ്റെ ലോവിലാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ഒരു സപ്പോർട്ട് സോണായിട്ടാണ് അത് കാണുന്നത്. പക്ഷേ RSIയിൽ ഒരു മടക്ക് കിട്ടാതെ നമുക്ക് നിലവിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എഗെയിൻ ഇവിടെ കൺസോൾട്ടേഷൻ കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ RSI ക്രോസ് ഓവറായി കയറിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഇനി ഒരു മൂവ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50,840 ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് കിട്ടണം. ക്യാൻഡിൽ ക്ലോസിങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക്, അതായത് 50,480 50,160 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ഈ സോണിന് പുറത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആദ്യത്തെ മൂവ്മെൻറ്റ് 50,720 ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് നിൽപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ 50,920 അവിടെ നിന്ന് ഉള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 51,440 അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 51,960. അപ്പം നിലവിൽ 50,160 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ലോവും കൂടെ ബ്രേക്ക് ചെയ്താൽ അവിടെ ഫാൾ ബ്രേക്ക് ഔട്ടാണോ ജെനുവിൻ ആണോ എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. അതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് പോകും. അത് ഇൻഡെക്സിൻ്റെ ലെവൽ നോക്കിയിട്ട് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആ ഫ്യൂച്ചർ ചാർട്ട് മാത്രം നിലവിലൊരു ലോ ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ലോ ലെവൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻഡെക്സ് ചാർട്ടും കൂടെ കമ്പയർ ചെയ്യുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചർ ചാർട്ടിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി 12 ഡേയ്സ് കൂടെ ഉണ്ട് സ്ട്രൈക്കിൻ്റെ ഒരു എക്സ്പയറി. എനിക്ക് തോന്നുന്നത് വീക്കിലി എക്സ്പയറി ഒക്കെ മാറുമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സ്പയറി 12 12 കഴിഞ്ഞു പോയില്ലേ. ഇതിപ്പോൾ 12 ഡേയ്സ് കൂടെ ഉണ്ട് ഈ ഒരു സ്ട്രൈക്കിൻ്റെ എക്സ്പയറി ആവാനായിട്ട്. പിന്നെ ഉള്ളത് 39 ദിവസമാണ്. നമ്മുടെ 7-14 എന്നുള്ള ആ ലെവലൊന്നും ഇനി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 12 ഡേയ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ 39, പിന്നെ 75, പിന്നെ 131, പിന്നെ 222, 319 ആ ഒരു ലെവലിലേക്കൊക്കെ മാറി നിൽക്കുന്നു. അപ്പോൾ അറിയാതെ ആളുകൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണേ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ എക്സ്പയറി 12 ഡേയ്സ് കൂടെ ഉണ്ട്. സാധാരണ 7 ഡേയ്സ് ആണല്ലോ വരുന്നത്. 12 ഡേയ്സ് കൂടെ ഉണ്ട് ഇതിൻ്റെ ഒരു എക്സ്പയറി ആവാനായിട്ട്. അപ്പോൾ ഈ മാസം ലാസ്റ്റോട് കൂടി ലാസ്റ്റ് വ്യാഴാഴ്ച അങ്ങനെ ഏതാണ്ടാണെന്ന് എനിക്ക് തോന്നണം ഡേറ്റ് നോക്കുമ്പോഴത്തേക്കും. നമുക്ക് ഡേറ്റ് നോക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. എനിവേ ഞാൻ സ്ട്രൈക്കിലേക്ക് പോവാണ്.
നമുക്ക് 50,000-ൻ്റെ സ്ട്രൈക്ക് നല്ലതാണ്. പിന്നെ മന്ത്ലി ആകുമ്പോൾ കുറച്ചും കൂടി ഡെപ്തായിട്ട് പറയണമല്ലോ. 49,500 നല്ല സ്ട്രൈക്കാണ് സിയിൽ. പിന്നെ ഉള്ളത് 50,000 ആണ്. പിന്നെ റേറ്റ് കുറഞ്ഞത് 50,500 അപ്പോൾ പിയിൽ 51,000 നല്ല സ്ട്രൈക്കാണ്. പിന്നെ ഉള്ളത് 50,500 പിന്നെ ഉള്ളത് 50,000-ൻ്റെ സ്ട്രൈക്കാണ് പിയിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാനും ഈ ഒരു ചാർട്ടിൻ്റെ റീഡിങ് പഠിക്കാനും. ബേസിക്കലി ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല. എൻ്റെ സ്വയം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് ഞാൻ 3 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഈ ഒരു സ്ക്രീനിൻ്റെ അകത്ത് കാണുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പഠിപ്പിക്കാനായിട്ട് അറിയത്തുള്ളൂ. അല്ലാതെ ഇതിന് പുറത്തേക്കുള്ള കാര്യങ്ങൾ ചോദിച്ച് നമ്മളെ കുഴപ്പിക്കാനായിട്ട് ഉദ്ദേശമുള്ള ആളുകൾ ദൈവത്തോർത്ത് വിളിക്കാതിരിക്കുക. എനിക്കറിയില്ല പുറത്തുള്ള കാര്യങ്ങൾ. കാരണം നിങ്ങൾ പറയുന്ന എന്താ ഗാമ വാല്യൂ, തീറ്റ വാല്യൂ, ഡെൽറ്റ വാല്യൂ കണ്ടുപിടിക്കുന്നതോ പുട്ട് കോൾ റേഷ്യോ, IV, ഇംപ്ലോയിഡ് വോൾട്ടാലിറ്റി എന്താണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഒരാഴ്ച 1 മാസം കൊണ്ടല്ല, 3 തൊട്ട് 6 മാസം വരെ ഇതിൻ്റെ ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യാനും 6 മാസം തൊട്ട് 1 വർഷം പിന്നെ ഒരു വർഷം വരെയുള്ള സമയം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താനും 1 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാനായിട്ടും ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.